ഹലോ, ഇന്നത്തെ വീഡിയോയിൽ 2023 മാർച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2023 മാർച്ചിൽ അന്തരിച്ച പ്രമുഖ കടലാമ ഗവേഷകൻ സതീഷ് ഭാസ്കർ കടലാമ ഗവേഷകനായിരുന്നു. 2023 മാർച്ചിൽ അന്തരിച്ചു. 2023 മാർച്ചിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര നടൻ ഇന്നസെൻ്റ് ആണ് 2023 മാർച്ചിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര നടൻ. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ചിരിക്കു പിന്നിൽ. ക്യാൻസർ വാർഡിലെ ചിരി, മഴക്കണ്ണാടി, ഞാൻ ഇന്നസെൻ്റ്, കാലൻ്റെ ഡൽഹി യാത്ര, അന്തിക്കാട് വഴി ഇവയൊക്കെ മറ്റുള്ള രചനകളാണ്. 2014 ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് ലോക്സഭാ അംഗമായ ആളാണ് ഇദ്ദേഹം. 2019 പരാജയപ്പെടുകയും ചെയ്തു. 2023 മാർച്ചിൽ അന്തരിച്ച ഇന്റൽ കോർപ്പറേഷന്റെ സഹസ്ഥാപകൻ ഗോൾഡൻ മൂറാണ്. ഇന്റൽ കോർപ്പറേഷന്റെ സഹസ്ഥാപകൻ ഗോൾഡൻ മൂർ 1968 ഇന്റൽ സ്ഥാപിതമായത്. അപ്പോൾ ഇന്റൽ കോർപ്പറേഷന്റെ സഹസ്ഥാപകനാണ് ഗോൾഡൻ മൂർ. ഇദ്ദേഹം 2023 മാർച്ചിൽ അന്തരിച്ചു. 2023 മാർച്ചിൽ അന്തരിച്ച ജപ്പാനീസ് സാഹിത്യ നൊബേൽ ജേതാവാണ് കെൻ സാബുരോ ഓ. 2023 മാർച്ചിൽ അന്തരിച്ചു. ജാപ്പനീസ് സാഹിത്യ നൊബേൽ ജേതാവാണ്. 1994 ആണ് ഇദ്ദേഹം സാഹിത്യ നൊബേലിന് അർഹനായത്. 1994. 2023 മാർച്ചിൽ അന്തരിച്ച ബോളിവുഡ് ചലച്ചിത്ര താരം സമീർ ഖാഖറാണ്. അപ്പോൾ 2023 മാർച്ചിൽ അന്തരിച്ച ബോളിവുഡ് താരം ആരാണ്? സമീർ ഖാഖർ. 2023 അന്തരിച്ച മലയാളിയായ നാടക പ്രവർത്തകൻ വിക്രമൻ നായരാണ്. 2023 അന്തരിച്ചു. 2023 അന്തരിച്ച മുൻ കേരള അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണി. മുൻ കേരള അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു KP ദണ്ഡപാണി. 2023 അന്തരിച്ച ഇംഗ്ലീഷ് കവയത്രി അന്ന സുജാത മത്തായി ഇംഗ്ലീഷ് കവയത്രി. 2023 അന്തരിച്ച റഷ്യൻ പോപ്പ് ഗായകൻ ദിമാനോവ്. 2023 അന്തരിച്ച കാവുംബായി സമരനേതാവാണ് EK നാരായണൻ നമ്പ്യാർ. കാവുംബായി സമരനേതാവാര്? EK നാരായണൻ നമ്പ്യാർ. 2023 അന്തരിച്ച ഇംഗ്ലീഷ് കവയത്രി അന്ന സുജാത മത്തായി, റഷ്യൻ പോപ്പ് ഗായകൻ ദിമാനോവ്, കാവുംബായി സമരനേതാവ് EK നാരായണൻ നമ്പ്യാർ, മുൻ കേരള അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണി. പൂർണ്ണമായും സ്ത്രീലിംഗത്തിൽ തയ്യാറാക്കിയ ആദ്യ ബിൽ പാസാക്കിയ സംസ്ഥാനം കേരളമാണ്. പൂർണ്ണമായിട്ടും സ്ത്രീലിംഗത്തിൽ തയ്യാറാക്കിയ ആദ്യ ബില്ല് പാസാക്കിയ സംസ്ഥാനം കേരളം. പൊതുജനാരോഗ്യ ബില്ലാണ് ഇത്തരത്തിൽ പാസാക്കിയത്. 2023 ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗന്ധമർദ്ദൻ കുന്നുകൾ ഏത് സംസ്ഥാനത്താണുള്ളത്? ഒഡീഷയിലാണ്. ഗന്ധമർദ്ദൻ കുന്നുകൾ 2023 ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഗന്ധമർദ്ദൻ കുന്നുകൾ ഇത് ഒഡീഷയിലാണ്. അന്താരാഷ്ട്ര മഹിളാ ദിനത്തോടനുബന്ധിച്ച് ആരോഗ്യ മഹിളാ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തെലങ്കാനയാണ്. അപ്പോൾ ആരോഗ്യ മഹിളാ പദ്ധതി, അന്താരാഷ്ട്ര മഹിളാ ദിനത്തോടനുബന്ധിച്ച് ആരോഗ്യ മഹിളാ പദ്ധതി തെലങ്കാന. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വനിതാ ജീവനക്കാർക്ക് സ്പെഷ്യൽ ക്യാഷ്വൽ ലീവ് അനുവദിച്ച സംസ്ഥാനവും തെലങ്കാനയാണ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വനിതാ ജീവനക്കാർക്ക് സ്പെഷ്യൽ ക്യാഷ്വൽ ലീവ്, സംസ്ഥാനം തെലങ്കാന. ഇന്ത്യയിൽ ആദ്യത്തെ PM മിത്ര പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം തമിഴ്നാടാണ്. PM മിത്ര പാർക്ക് തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ ജീനോം ഡേറ്റാ സെൻറ്റർ സ്ഥാപിക്കുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ആദ്യത്തെ ജീനോം ഡേറ്റാ സെൻറ്റർ കേരളം, ആദ്യത്തെ PM മിത്ര പാർക്ക് തമിഴ്നാട്, ആദ്യമായിട്ട് ആരോഗ്യ മഹിളാ പദ്ധതി തെലങ്കാന, സ്പെഷ്യൽ ക്യാഷ്വൽ ലീവ് തെലങ്കാന, ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഗന്ധമർദ്ദൻ കുന്നുകൾ ഒഡീഷ. ആരോഗ്യ ബില്ല്, അതായത് പൊതുജന ആരോഗ്യ ബില്ലാണ് സ്ത്രീലിംഗത്തിൽ, പൂർണ്ണമായും സ്ത്രീലിംഗത്തിൽ തയ്യാറാക്കിയ ആദ്യ ബില്ല് സംസ്ഥാനം കേരളമാണ്. തുടർച്ചയായി 3-ാം തവണയും ചൈനീസ് പ്രസിഡന്റാകാൻ പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചത് ഷീ ജിൻപിങ്ങിനാണ്. 5 വർഷമാണ് ചൈനയിലെ പ്രസിഡന്റിന്റെ കാലാവധി. പിരിച്ചുവിട്ട നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി ഏത് രാജ്യത്തെ പാർട്ടിയാണ്? മ്യാൻമാറിന്റെ പാർട്ടിയാണ് നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി. ഈ പാർട്ടി പിരിച്ചുവിട്ടു. പ്രധാനമന്ത്രിയുടെ ഉപദേശക പദവിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം റൊമേനിയ. പ്രധാനമന്ത്രിയുടെ ഉപദേശക പദവിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റൊമേനിയ.
ബ്രിട്ടീഷ് തെരുവ് ചിത്രകാരൻ ബാങ്ക്സി വരച്ച ചുമർ ചിത്രത്തിന്റെ പകർപ്പ് ആലേഖനം ചെയ്ത് സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം യുക്രൈനാണ്. അപ്പോൾ ബാങ്ക്സി ഒരു ബ്രിട്ടീഷ് തെരുവ് ചിത്രകാരനാണ്. ബാങ്ക്സി വരച്ച ചുമർ ചിത്രത്തിന്റെ പകർപ്പ് ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് യുക്രൈനാണ്. 2023 സ്വിസ് സ്ഥാപനമായ IQAIR പുറത്തിറക്കിയ വേൾഡ് എയർ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ രാജ്യം ചാഡാണ്. രണ്ടാമത്തെ സ്ഥാനം ഇറാഖിനും മൂന്നാമത് പാകിസ്ഥാനുമാണ്. ഇന്ത്യയിൽ റാങ്ക് മുൻവർഷത്തെ റാങ്കായിട്ടുള്ള 5-ൽ നിന്നും 8-ാമതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ 2023 സ്വിസ് സ്ഥാപനമായ IQAIR വേൾഡ് എയർ റിപ്പോർട്ട് ഏറ്റവും മലിനമായ രാജ്യം ചാഡ്. 25 വർഷത്തിന് ശേഷം വനിതകളെ സൈന്യത്തിൽ പ്രവേശിപ്പിച്ച രാജ്യം കൊളംബിയയാണ്. അപ്പോൾ 25 വർഷത്തിന് ശേഷമാണ് വനിതകളെ കൊളംബിയ സൈന്യത്തിൽ പ്രവേശിപ്പിക്കുന്നത്. വിദേശത്ത് നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഇറക്കുമതി ചെയ്ത് കടലിൽ സംഭരിക്കുന്ന ആദ്യ രാജ്യം ഡെൻമാർക്കാണ്. അപ്പോൾ വിദേശത്ത് നിന്ന് എന്തിറക്കുമതി ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ഇറക്കുമതി ചെയ്ത് എവിടെ സംഭരിക്കുന്നു? കടലിൽ സംഭരിക്കുന്ന ആദ്യ രാജ്യം ഡെൻമാർക്ക്. ജുഡീഷ്യറിയെ സർക്കാരിന് കീഴിൽ കൊണ്ടുവരുന്നതിന് നിയമ ഭേദഗതി പാസാക്കിയ രാജ്യം ഇസ്രായേലാണ്. അപ്പോൾ ജുഡീഷ്യറിയെ സർക്കാരിന് കീഴിൽ കൊണ്ടുവരാൻ നിയമ ഭേദഗതി ഇസ്രായേൽ. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് 2023 പ്രകാരം തീവ്രവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്. തീവ്രവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത്. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് 2023. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2023 അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഫിൻലൻഡാണ്. ഇന്ത്യയുടെ സ്ഥാനം 136-ൽ നിന്നും 126-ലേക്ക് മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഏതാണ്? ഫിൻലൻഡാണ്. ഏറ്റവും കൂടുതൽ ടെററിസം ഉള്ളത് അഫ്ഗാനിസ്ഥാൻ. ജുഡീഷ്യറിയെ സർക്കാരിന് കീഴിൽ കൊണ്ടുവരാനായിട്ട് നിയമ ഭേദഗതി ഇസ്രായേൽ. കാർബൺ ഡൈ ഓക്സൈഡ് ഇറക്കുമതി ചെയ്ത് സംഭരിക്കുന്നത് ഡെൻമാർക്കും 25 വർഷത്തിന് ശേഷം വനിതകളെ പ്രവേശിപ്പിക്കുന്നത് കൊളംബിയ സൈന്യവുമാണ്.